സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഇവിടെ ഓരോ പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എന്തൊക്കെയോ സദ്യ കഴിഞ്ഞ് തോന്നുന്നു, ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ ഇനി കുറച്ച് പണ്ട് വീട് വൃത്തിയാക്കാണ്ട് ലൈക്കൊക്കെ എന്താ പറയുക, പടമൊക്കെ പൊട്ടിച്ചിട്ട് പേടിയായിട്ട് കൂട്ടിനൊരു മൂലമൊക്കെ പോയിരിക്കുകയായിരുന്നു. അപ്പം അങ്ങനെ രാവിലെ പടകം പൊട്ടിച്ചതിന് ശേഷം പിന്നെ അവൾക്ക് വലിയ മിണ്ടാട്ടമില്ല, ഫുഡ് കഴിക്കില്ല, അങ്ങനത്തെ കുറേ പ്രശ്നം കഴിഞ്ഞു. അപ്പോൾ സൈലൻ്റ് ഒരു മൂലയ്ക്ക് ഇരിക്കുന്നു. അപ്പം കുറേ വെള്ളമൊക്കെ കൊടുത്ത് ഇപ്പോൾ കുറേ റെഡി ആയിട്ട് ഞാൻ കാണിച്ചു തരാം. കൂട്ടിന് പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ. ആൾക്ക് ഭയങ്കര പേടി, പടമൊക്കെ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കുറച്ചു നേരം പുറത്തിരിക്കുക. സാമ്പാർ ഏകദേശം റെഡിയായി, നല്ല അടിപൊളി സാമ്പാർ. ഉമ്മതാ പായസം ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അടപ്രഥമൻ, പിന്നെ അവിയൽ, വേറെയുള്ള കറികളൊക്കെ ഉണ്ടാക്കി ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ടുണ്ട്. ഒക്കെ റെഡിയായി. ഇനിയൊക്കെ ഒന്ന് വറവിടുക, ഭക്ഷണം കഴിക്കുക, കിച്ചറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടൊന്ന് ബീച്ചിൽ പോകണം. ഗോതീശ്വരം പോവുക. അതൊക്കെ തന്നെ, അതൊക്കെ അല്ലേ ലൈഫിലുള്ളൂ. അതൊക്കെ ലൈഫിലുള്ളൂ അല്ലേ അമ്മ? പായസം എല്ലാവർക്കും കുടിക്കണ്ടേ? അടപ്രഥമനാണ്. അത് കുറുകി വരുമ്പോ തീരുണ്ടാവൂല. പായസം അങ്ങനെയാണ്. അത് അരിപ്പായസാണ്, ഇത് അടപ്പായസാ. ചെറുപയർ പായസം കുടിക്കോ? ഇന്ന് അച്ഛൻ ചോദിച്ചു എന്താണ് ചെറുപയറാണോ വെക്കണത്? ഞാൻ ഇന്നലെ വെക്കണം ചോദിച്ചതാ, പരിപ്പ് കിട്ടില്ല. ചോറുണ്ടാക്കും. പണിയൊക്കെ ഒരുവിധം കഴിഞ്ഞിട്ടോ. പിന്നെ ബാക്കി വെച്ച് വൃത്തിയാക്കുക, അങ്ങനത്തെ ഒരുമാതിരി പണികളൊക്കെ ഉള്ളൂ കേട്ടോ. ഈ വൃത്തിയാക്കലിൻ്റെ പണിയാണ്. അപ്പോൾ സദ്യൻ്റെ പണിയിലേക്കൊന്നും ഞാൻ അങ്ങനെ നിൽക്കില്ല, അതൊക്കെ അമ്മ തന്നെയാണ് ചെയ്യുക. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അമ്മ ഷോപ്പിൽ നിന്നൊക്കെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അതൊരു ഒരുവിധം എല്ലാ കൊല്ലവും ഞങ്ങൾക്കിവിടെ എന്താ പറയുക, വീട്ടിൻ്റെ അടുത്തുനിന്ന് ആൾക്കാരുണ്ടാവലുണ്ട്. പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്ന് മിക്കപ്പോഴും ആൾക്കാർ ഫുഡ് കഴിക്കാനൊക്കെ സദ്യ കഴിക്കാനൊക്കെ വരലുണ്ട്. അപ്പം നീ വൃത്തിയൊക്കെ പണിയിലേക്ക് നോക്കാം. ഒരുപാട് സാധനം കായുണ്ട് കേട്ടോ. ഇതെന്താ, കേബേജിൻ്റെ ഉപ്പേരി, ഇതെന്താ, ഇത് കൂട്ടുകറി. ഓക്കെ, പിന്നെ കൂട്ടുകറി ആയിട്ടുണ്ട്. പിന്നെ അടിയിലെന്താ, അത് അവിയലാന്ന് തോന്നുന്നുണ്ട്. പിന്നെ പുളിയിഞ്ചി ഉണ്ട്. ഈ അമ്മമ്മൻ്റെ അവിടെ നടുവിൽ പുളിയിഞ്ചിയൊക്കെ കൊടുത്തയക്കിയാൽ പ്രാവശ്യം എന്താ അമ്മ വീട്ടിൽ തന്നെ വെച്ച്. അപ്പോൾ ബാക്കി ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ കാണാം.